വരണമെന്നുണ്ടെങ്കിൽ എത്താൻ പറ്റും, അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള മനസ്സുള്ളവരാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ബിബിൻ ജോർജൊക്കെ വരുമെന്നറിയാം. കാരണം എന്താ പറയട്ടെ, ഈ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുമ്പോൾ ചിലർ ചെറുതായിട്ട് തന്നെ കാണുള്ളൂ. ഇപ്പൊ ബാലാജി ഒരു വലിയ അവാർഡ് കിട്ടുന്ന ഒരു പടം പ്രദർശിപ്പിച്ചു നോക്കും. ഞാനൊരു കുറ്റം പറഞ്ഞല്ലോ, അഭിനയം എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഈ പടത്തിലാണെങ്കിലും തെരുവുനാടാണെങ്കിലും അല്ലെങ്കിൽ മിനി സ്ക്രീനിലാണെങ്കിലും അതില് ആക്ടേഴ്സിന്റെ ബ്രില്യൻസ് ഒരൊറ്റ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓവർഡു ഇല്ലാതെ ഗംഭീരമായിട്ട് ആക്ടേഴ്സ് പെർഫോം ചെയ്തെന്നുള്ളതാണ്. ഇതാണത്. അതിന് ഞാൻ പ്രത്യേക കൺഗ്രാറ്റ്സ്. ഒരു ആക്ടർ പോലും ഓവർഡു ആയിട്ട് ചെയ്തില്ല. ഭയങ്കര. പിന്നെ എനിക്ക് അങ്ങോട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം ഇന്ന് സിനിമകളിൽ വിവാദമാവുന്ന കാര്യമാണ്. ആ മൈക്കിൾ കൊടുക്കും. എനിക്ക് സംശയമുണ്ട്, വിവാദമാക്കാനുമല്ല, നിങ്ങൾ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ പേരുണ്ട്. എന്തുകൊണ്ടൊരു രാമനും അലി എന്ന് പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണം ഒരു പേരിട്ടുന്നത്. സീരിയസ്ലി അങ്ങനെ ഒരു എന്താ പറയുക, ഇത് നമ്മുടെ എഴുത്തുകാരൻ നല്ല റൈറ്ററാണ്. ഷംനാദ് രാമനും അലിയെന്ന് പറഞ്ഞു, ഞാനും പറഞ്ഞു രാമനും അലിയും. ഇതിപ്പോ ജോസഫും കുര്യാക്കോസും സർക്കാർ പേരുകൾ അങ്ങനെ അങ്ങനെ ഒരു രീതിക്ക് ചുമ്മാ ഒരു പേര്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തിലൊരു മെസ്സേജ് ഉണ്ടോ, ആ ഒരു മെസ്സേജ് ഇതിൻ്റെ അകത്ത് കൺവേ ആയി. താങ്കൾ ആദ്യം പറഞ്ഞു മേജർ രവി സാറ് മാത്രമേ സാറിന് വിളിക്കാനുള്ളൂ. വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സിനിമാറ്റിക് ക്യാമറയുടെ മുമ്പിൽ എം ടി സുകുമാരൻ സാറാണ്. സുകുമാർ സാർ വിളിക്കുന്നുണ്ടായിരുന്നു. അത് അതിനെല്ലാവരും സാറ് ഇനിയൊരു സാറിനെ കൂടി കണ്ടില്ല. ഞാൻ സത്യമായിട്ടും ഉത്തൽ വി നായനാർ എന്ന് പറഞ്ഞൊരു സാറ് അദ്ദേഹത്തിന് എന്താ വിളിക്കുന്നത്? ഓക്കെ. അപ്പൊ ഇത്രയും പേര് വന്നത് അതൊരു കലയോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ബാലാജിനേക്കാൾ കൂടുതൽ കലയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇതുപോലുള്ള ഫിലിംസ്, ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് അല്ല, മൈക്രോ ഫിലിംസ് ഉണ്ട്. അതൊരൊറ്റ ഷോട്ടേ ഉള്ളൂ. അതിന്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മൈക്രോ ഫിലിംസ് നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് നല്ല രസമായിട്ട് ഷംനാദിനൊന്ന് പ്രത്യേകം കൺഗ്രാറ്റ് ചെയ്യണം. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ബുക്കിഷ് ലാംഗ്വേജ് അല്ല എഴുതി വെച്ചത്, കൃത്യമായിട്ട് സിനിമയുടെ ലാംഗ്വേജ് അല്ല, സാധാരണ മനുഷ്യർ പറയുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രില്യൻസ് ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഇത് ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇപ്പൊ ഓവർഡു അങ്ങനത്തെ സംഭവിക്കുന്നത്. പക്ഷെ ഇതൊരു സിനിമ തന്നെയായിരുന്നു. അതിന് ഷോർട്ട് ഫിലിം എന്ന് പറയേണ്ട സിനിമ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ സിനിമയുണ്ട്. ഇനി ഡയറക്റ്റ് ചെയ്യണം, അഭിനയിക്കാൻ ഞങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം കൂടി ചെയ്യണ്ട. കാരണം എന്താ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഒരു സിനിമയിൽ ഡയറക്റ്റ് ചെയ്യുന്നത് അഭിനയിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കും. എനിക്ക് അനുസരിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങളൊരു ഡയറക്ടർ ഉണ്ട്, വേറെ സിനിമയിൽ നിങ്ങൾക്ക് അഭിനയിക്കുകയും ചെയ്യാം. ഞാനത് നിങ്ങളെ പഠിപ്പിക്കുന്നതല്ല. കാരണം നിങ്ങൾ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത മുഹൂർത്തം എന്ന് പറയുന്നത് ആ ഷട്ടർ ഇട്ടിട്ടുള്ള ആ ഇതാണ്. അതിലൊരു ഓവർഡു ഇല്ല. നിങ്ങളുടെ കണ്ണ് പറഞ്ഞില്ല, കരഞ്ഞില്ല. നിങ്ങളുടെ പക്ഷെ ആ ഉള്ളിലുള്ള പെയിൻ ഉണ്ട് കൊച്ചിനോടുള്ളത്.